ഇതുപോലെ കുറച്ചധികം ഡെസ്റ്റിനേഷൻ കാണാൻ പോയതായിരുന്നു ഗ്ലോബൽ വില്ലേജിലേക്ക്. അന്ന് അവിടെ അത് മുഴുവനും കാണാൻ പറ്റില്ല. ഇവിടെയും അതേ അവസ്ഥ തന്നെയായിരുന്നു. അതെന്താന്നുള്ളത് തുടക്കത്തിലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ സുഖമല്ല എല്ലാവർക്കും. ഡിസംബർ 2 UAE നാഷണൽ ഡേ ആയതുകൊണ്ട് ഇവിടെ ഒരു ലോങ് ലീവാണ്. അങ്ങനെ ഇറങ്ങിയതാ ഇവിടേക്ക്. പാർക്കിംഗ് ഇട്ടപ്പോൾ തന്നെ കണ്ട കാഴ്ചതാ ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒന്നിലും കയറാൻ പറ്റില്ല എന്ന്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവനും പോയി. പകുതിയല്ല മുഴുവനും പോയി. പിന്നെ കുട്ടുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ നമ്മളിതിലൊന്നും കയറുന്ന കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിക്കണം. പിന്നെ സത്യം പറയാലോ, എനിക്ക് നല്ലതുപോലെ പേടിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ മാക്സിമം കയറാൻ ട്രൈ ചെയ്യാറില്ല. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഒരു ഫ്രണ്ട് വഴി ടിക്കറ്റ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും എക്സ്പെൻസ് കാര്യം ചെയ്യേണ്ടി വന്നില്ല. 330 ദിറംസാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് പ്രൈസ്. ഈ 330 ദിറംസ് വെച്ചിട്ട് ഈ കാണുന്ന 4 ഡെസ്റ്റിനേഷനിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. 4 എണ്ണത്തിലും പോകുന്നെങ്കിൽ നമ്മൾ 4 പ്രാവശ്യം ടിക്കറ്റ് ഇടണം. അതായത് 330 × 4. ഇത്രയും കത്തി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ടിക്കറ്റ് കിട്ടുമ്പോൾ ഇതിലൊക്കെ കയറാൻ പേടിയാണെന്നും പറഞ്ഞ് വരാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇവിടെ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ കാണുന്ന ആക്ടിവിറ്റീസ് മാത്രമല്ല, റിവർലാൻഡ് നമ്മൾ വേറൊരു കൺട്രിയിൽ പോയ പോലത്തെ ഒരു ഫീലാണ് ഇവിടെ കയറുമ്പോൾ. ഇവിടെ എത്തിയപ്പോൾ ഞാൻ കൺഫ്യൂഷനായി. ആ ഒരു ടിക്കറ്റ് വെച്ച് ഞങ്ങൾ ഈ 4 സ്ഥലത്ത് എവിടെ കയറും? പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ നമുക്ക് മോഷൻ വില്ലിലേക്ക് പോവാം. അല്ല, മോഷൻ ലാൻഡിലേക്ക് പോവാം. അല്ല, മോഷൻ ഗേറ്റിലേക്ക് ഗേറ്റിലേക്ക് പോവാം. ഫുൾ തെറ്റാണല്ലോ. അങ്ങനെ കയറിയപ്പോൾ കുഞ്ഞു പിള്ളേരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നല്ല അനങ്ങുന്ന ഡൈനോസേഴ്സ് കുറച്ചധികം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് മെല്ലെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. മോഷൻ ഗേറ്റ്. ലീവിൻ്റെ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ടായിരിക്കണം അത്ര അങ്ങോട്ട് തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്ന ടൈം ഓക്കെ ആയിരുന്നു. കാരണം ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് ചൂട് വളരെ കുറവാണ്. ഇതിനകത്ത് മെയിനായിട്ടുള്ളത് റോളർ കോസ്റ്ററാണ്. അങ്ങനെ തന്നെയാണ് അതിനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ കാണിച്ചു തരാം ഞാൻ ഉദ്ദേശിച്ച സാധനം എന്താണെന്നുള്ളത്. ലയൺസ് ഗേറ്റ്. ഇതിനകത്താണ് ഞാൻ ആ പറഞ്ഞ സംഭവം ഉള്ളത്. ആ പറഞ്ഞതിൻ്റെ തന്നെ ചെറിയ വെർഷനും വലിയ വെർഷനും ഉണ്ട്. അതിലെ ചെറിയ വെർഷനിലാണ് ഇതാട്ടോ ഞാൻ പറഞ്ഞത്. ആ ഒരു ചെറിയ വെർഷനിലാണ് ഇവരെല്ലാവരും കയറാൻ പോകുന്നത്. ഞാൻ കയറുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആ ടൈം കൊണ്ട് തൊട്ടപ്പുറത്തുള്ള സ്മർഫ് വില്ലേജിൽ പോയി. ഞാനും പാറും കുട്ടും കൂടെ അതിനകത്ത് കയറി. നമുക്കൊക്കെ പറ്റിയതാണ്. പക്ഷെ കുട്ടു ഈ ടി വിയിൽ കുഞ്ഞിതെല്ലാം കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് വലുതിനെ കണ്ടപ്പോൾ അവ അടുത്തില്ല. പക്ഷെ പാറു അതിൽ നിന്ന് വിട്ട് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോൾഡ് കോഫി കുടിച്ചതാ. ഇത് വലിയ വെർഷനാട്ടോ. അവർ ചെറുതിന്നൊക്കെ ഇറങ്ങി വലുതിൽ കയറി. ഇതിനകത്ത് അവരുണ്ട്. പക്ഷെ പെട്ടെന്ന് വന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിൽ കയറിയപ്പോൾ പോരാളികളെ പോലെ വരുന്നത് കണ്ടു. തള്ളി മറിക്കായിരുന്നു കുറച്ച് നേരത്തേക്ക്. എൻ്റെ കോൾഡ് കോഫിയുടെ ബാക്കി സ്ട്രോ ഇട്ട് കുത്തി കുടിക്കുന്നതാണ് കാണുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം സ്ട്രോ എൻ്റെ കുട്ടിയുടെ ഒരു വീക്ക്നെസ് ആണ്. ബാക്കി കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചാലോ? ഇപ്പം തന്നെ ഇത് കുറച്ച് നീണ്ടു തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വിശേഷങ്ങളായിട്ട് വരാം. ബൈ.